തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നിടത്താ നമ്മുടെ വിജയം. എന്നും എപ്പോഴും കൂട്ടിന് ഞാനുണ്ടാവണമെന്നില്ലല്ലോ. എല്ലാം കലങ്ങി തെളിഞ്ഞൊരു പുതിയ ജീവിതം തുടങ്ങാൻ ഈശ്വരൻ കണ്ടെത്തിയ വഴി തന്നെയാകും ഈ വെഡിങ് ആനിവേഴ്സറി. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സു മാറി സത്യാമ്മയ്ക്ക് നമ്മളെ വന്ന് ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കണമെന്ന്. നമുക്ക് നാളെ പോവാം അമ്മേ. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ദേവി, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു. ദേവി, അവിടുത്തെ കൃപ, ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചകളും ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചവരിൽ നിന്നുള്ള സ്നേഹം തുളുമ്പുന്ന വാക്കുകളും കേട്ട് ഞാനും എന്റെ മോളും അത്ഭുതപ്പെട്ടിരിക്കുക. ദേവി, ഇതെങ്ങനെയാ അവിടുന്ന് സത്യമ്മയെ മാറ്റിയെടുത്തത്? എന്ത് മായാജാലോ അവിടുന്ന് കാണിച്ചത്? ആദ്യം ഒരല്പം എതിർപ്പ് കാണിച്ചെങ്കിലും പിന്നീട് ശാലിനി എന്താണോ ആവശ്യപ്പെട്ടത് അത് അതുപോലെ അനുസരിച്ചിട്ടാണ് സത്യം ഇവിടുന്ന് പോയത്. ഇത് അവിടുത്തെ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ പിന്നെ മറ്റെന്താ? കുറെ നാള് സങ്കടക്കടലിലായിരുന്നെങ്കിലും സത്യാമ്മയുടെ ഈ വരവോടെ ഒരു പുതിയ ജീവിതം അവൾക്ക് കിട്ടുമെന്നുള്ള ഒരു ആശ കൊടുത്തിരിക്കുക അവിടുന്ന് ഇപ്പോ. അത് ഒരാൾക്കും ഒരെതിർപ്പും ഇല്ലാതെ ഭംഗിയായിട്ട് അവിടുന്ന് നടത്തി തരണം. ശാലിനി വിഷ്ണുവിനുള്ളതാ, വിഷ്ണു ശാലിനിക്കും. അപ്പൊ പിന്നെ അവരൊന്നിച്ച് താമസിക്കേണ്ടത് അവരെ പോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. എതിര് നിന്ന് സത്യാമ്മയ്ക്ക് കൂടി സമ്മതമായ സ്ഥിതിക്ക് നാളത്തെ ചടങ്ങിന് എന്റെ മോള് ശാലിനിക്കും ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവണം. മൂത്ത മരുമകൾ എന്ന സ്ഥാനം. ദേവി, എല്ലാം ഞാൻ അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. കാത്തോളണേ, കാത്ത് രക്ഷിച്ചോളണം എന്റെ കുഞ്ഞിനെ. ഹായ് അച്ഛൻ. എനിക്കറിയായിരുന്നു അച്ഛനിപ്പോ വിളിക്കുമെന്ന്. അതെങ്ങനെ അറിയാം? ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അച്ഛനിപ്പോ വിളിച്ചത്. പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോവാന്ന് പറഞ്ഞു. അതെ, പക്ഷെ പോയില്ല. അതെന്താ വേണ്ടാന്ന് വെച്ചോ? എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പപ്പി. ആ പപ്പിയുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഞാനും അമ്മയും പോകുന്നുണ്ട്. അച്ഛനോടമ്മ പറഞ്ഞില്ലായിരുന്നോ? ഓ, മറന്നുപോയി കാണും. വലിയ തിരക്കല്ലേ? ആ പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. അപ്പ തിരക്കുണ്ടാവൂന്ന് പറഞ്ഞേക്കരുത്. ഇല്ല, അവിടെ ഞാൻ സത്യമോളുടെ അടുത്തോട്ടല്ലേ വരുന്നേ. അപ്പൊ എന്റെ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടായിരിക്കും വരിക. ഞാൻ പോരുന്നത് വരെ സത്യമോളുടെ അടുത്തുണ്ടാവും. ആ, അച്ഛൻ വന്നിട്ട് വേണം കൊറേ സ്ഥലത്തൊക്കെ പോവാൻ. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാ എഴുതി വെച്ചിരിക്കുന്നേ? അപ്പൊ ഒരുപാട് സ്ഥലം ഉണ്ടാവുമല്ലോ. പിന്നെ ഇല്ലേ, എത്ര ആൾക്കാരെ അച്ഛനെ കാണിച്ചു കൊടുക്കേണ്ടെന്ന് അറിയാവോ? കുറച്ചൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ തന്നെയാ. എല്ലാരെയും കാണാം. പിന്നെന്തൊക്കെയാ സത്യമോൾക്ക് വേണ്ടത്? ഞാൻ വരുമ്പോ എന്തൊക്കെയാ മേടിച്ചോണ്ട് വരണ്ടേ? ഒന്നും കൊണ്ടുവന്നില്ലേലും കുഴപ്പമില്ല, അച്ഛനൊന്ന് വേഗം വന്നാ മതി. ആ പിന്നെ എനിക്കൊരാഗ്രഹം. അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എനിക്കിതുപോലെ ആഘോഷിക്കണം. എന്നാ അച്ഛാ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി? എന്താ ഇപ്പൊ പറയാ?
പറയച്ചാ, എന്നാ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി? ഒന്ന് ഹോൾഡ് ചെയ്യണേ, പുറത്താരോ വന്നു. ഞാനൊന്ന് നോക്കട്ടെ. വേഗം വരണേ. ഇതിപ്പോ ആരോട് ചോദിച്ചാ ഒന്ന് അറിയാൻ പറ്റുന്നത്? ശാലിനിയെ, ശ്യാമയുടെ രോഹിത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാമ ക്ഷണിക്കാൻ പോയിരിക്കുന്നത് 100 മനസ്സോടെയാണെങ്കിലും ഏതു നിമിഷവും ഭാമ തിരിയാം. സ്നേഹിക്കാനുള്ള മനസ്സൊക്കെ ഭാമയ്ക്കുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അത് അവളുടെ മനസ്സിൽ അവൾ അറിയാതെ തന്നെ കടന്നുകൂടിയ താനെന്ന ഭാവം തന്നെയാണ് അതിന് പ്രധാന കാരണവും. അതിന് ഒരു കണക്കിന് ഞാനും ഉത്തരവാദിയാ. ചില വിട്ടുവീഴ്ചകൾ എല്ലാം ഞാനായിട്ട് പലപ്പോഴായിട്ടും അംഗീകരിച്ചു കൊടുത്തപ്പോൾ അതവൾ ആസ്വദിച്ചു. ക്രമേണ ഈ വീടിൻ്റെ ഉത്തരവാദിത്വം അവളിൽ മാത്രമായി. എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം കൂടി നഷ്ടപ്പെട്ടപ്പോൾ പൂർണ്ണമായും ഈ വീടിൻ്റെ ഭരണം ഭാമ ഏറ്റെടുത്തു. പിന്നീട് അവൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഞാൻ മാറിയതും ഞാൻ മുറിക്കുള്ളിൽ ഒതുങ്ങിയതും എല്ലാം വിധി. എൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുടുംബത്തിൻ്റെ പിടിവിട്ടപ്പോൾ തകർന്നത് വിഷ്ണുവിൻ്റെ ജീവിതമാണ്. പൊട്ടിപ്പോയ പട്ടം പോലെ എൻ്റെ കുഞ്ഞലഞ്ഞ് തിരിയുക. ഭാമ മാറണം, എന്നേക്കുമായിട്ട് മാറണം. എന്നാലേ ഈ വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാവും. ഭഗവാനെ, ശാലയെ വിളിക്കാനായിട്ട് ശാരദാമ്മയുടെ വീട്ടിൽ ഭാമ പോയിട്ടുണ്ട്. ഒരനിഷ്ടവും ഉണ്ടാവാതെ എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരണേ ഭഗവാനെ. അവളിവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ചങ്കിനകത്ത് തീയ. ചെറിയൊരു വാക്ക് മതി ഭാമയുടെ തീരുമാനം മാറാൻ. ഭഗവാനെ, നീ തന്നെയാണ് ഒരാശ്രയം. അച്ഛാ, വിഷ്ണു അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി എന്നാ അച്ഛാ? അതിപ്പോ എന്നാ? പറയച്ചാ, ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ ചോദിക്കുന്നേ? മോളിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ അച്ഛനൊന്ന് ആലോചിക്കണ്ടേ? ഇത്ര മാത്രം ആലോചിക്കാൻ എന്താ? മോളുടെ പ്രായത്തിലുള്ള ആളല്ലല്ലോ അച്ഛൻ. അതിന്റെ സ്വല്പം മറവിയും പ്രായത്തിന്റെ വേഗക്കുറവും ഒക്കെ ഉണ്ടല്ലോ. ആ, എന്നാ പിന്നെ വേഗം ആലോചിക്ക്. കിട്ടിയോ? ആ, കിട്ടി വരുന്നു. അച്ഛാ, കളിക്കല്ലേ, ഇവിടെ ഞാൻ മുള്ളേ നിക്കുവാ. അപ്പോഴാ അച്ഛന്റെ ഒരു കോമഡി. ൂടിലാണല്ലോ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നല്ല പിച്ച വെച്ച് തരുവേ. പറയാടോ. അല്ല, എന്തിനാ ഇപ്പൊ അറിഞ്ഞിട്ട്? അച്ഛന്റെയും അമ്മയുടെയും പിന്നെ അച്ഛന്റെയും സത്യാമ്മയുടെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടല്ലോ. പിന്നെ വിഷ്ണു അച്ഛനും ഈ കാര്യത്തിൽ ഒരു ഹോപ്പ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. അതാവശ്യ മക്കളെന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അതെ, അവൻ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. പിന്നെ സാഹചര്യം അതല്ലല്ലോ. എന്റെ അച്ഛൻ പറയുന്നുണ്ടോ? ആള് വെയിറ്റിംഗാ. വെയിറ്റിംഗാ? അതാര്? അത് ഞാൻ തന്നെ. കിട്ടിപ്പോയി. എന്നാ വേഗം പറ. ലോക പ്രണയദിനത്തിന്റെ അന്ന, അതായത് ഫെബ്രുവരി 14. ഉറപ്പാണോ? ഉറപ്പ്. ചക്കര അച്ഛൻ. മെല്ലെ മെല്ലെ, നോക്കി നോക്കി വീഴണ്ട. ആ, പതിയെ പതിയെ. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനത്തിന്റെ അന്ന് തന്നെ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും വിവാഹം നടന്നു. പക്ഷേ
ആ ദിനത്തിന്റെ പ്രത്യേകതയും ഗുണങ്ങളും ഒന്നും ഞാൻ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണാമെന്ന് തോന്നുന്നില്ല. അച്ഛൻ എവിടെയാ? എന്താ അച്ഛൻ വരാത്തെ? ഹലോ, ഹലോ, കേക്കാവോ? ആ കേക്കാ അച്ഛാ. അച്ഛൻ പറഞ്ഞു. ആ അപ്പൻ മോൾ എന്നോട് എന്താ ചോദിച്ചത്? അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എന്നാന്നാ ചോദിച്ചത്. അത് പിന്നെ ഫെബ്രുവരി 14. അല്ല, എന്തിനൊന്ന് തിരക്കുന്നത്? അന്ന് അച്ഛൻ വരണം. എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്കതൊന്ന് ആഘോഷിക്കണം. ആ പിന്നെ മോളെ, ഒരു കാര്യം പ്രത്യേകം പറയാം. അച്ഛന് ജോലി തിരക്ക് കൂടിയാ പിന്നെ അച്ഛൻ വിളിക്കില്ല കേട്ടോ. അച്ഛന്റെ ഈ ജോലി നമുക്ക് വേണ്ട അച്ഛാ. അപ്പ എന്റെ അച്ഛനെ എപ്പോഴും എന്റെ അടുത്ത് തന്നെ നിക്കാലോ. അയ്യോ, അങ്ങനെ പറയരുത് മോളെ. ജോലി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുക? അമ്മയ്ക്ക് ജോലി ഉണ്ടല്ലോ, അത് മതി അച്ഛാ. അച്ഛൻ ഇങ്ങ പോര്. അപ്പ ഫെബ്രുവരി 14 മറക്കല്ലേ? ഫെബ്രുവരി 14? അന്നെന്തുവാ ഇത്ര പെട്ടെന്ന് മറന്നോ? അന്ന് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. ഓ അത് നമുക്ക് ആഘോഷിക്കാം. എന്നാ പിന്നെ ഫോൺ കട്ട് ചെയ്തോ. അച്ഛന് ജോലിക്ക് കയറാൻ സമയമായി. ഓക്കെ അച്ഛാ. ഉമ്മ രക്ഷപ്പെട്ടു. അങ്ങനെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛൻ വരാന് സമ്മതിച്ചു. അന്ന് എല്ലാരെയും വിളിക്കണം. വന്ന് കാണട്ടെ എന്റെ അച്ഛനെ. അച്ഛാ, ചായ. മക്കളെ, ഭാമ ഒഴിക്കലും ചെയ്തായിരുന്നു? ഇല്ല. എന്തായി കാര്യങ്ങളെന്ന് അറിയാത്തോണ്ട് മനസ്സിനൊരു സുഖക്കുറവുണ്ട്. പോയിരിക്കുന്നത് ഭാമയാ. വാക്കുകളിൽ എന്തെങ്കിലും ചെറിയൊരു മുഷമുണ്ടായാ പോയിരിക്കുന്ന എന്തിനാന്ന് പോലും മറന്ന് അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയിട്ടേ ഭാമ ഇങ്ങോട്ട് വരൂ. അല്ല, ഇതിപ്പോ അവിടുന്ന് ആരും വിളിക്കാത്ത സ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണാൻ സാധ്യതയില്ല. അച്ഛാ, വിഷ്ണുപ്രയെ ഒന്ന് വിളിക്കണോ? ഓ വേണ്ട, കുറച്ചേരം നോക്കാടാ. അല്ല, എന്നാ ഞാനൊന്ന് അമ്മയെ വിളിച്ചു നോക്കാം. അവരവിടുന്ന് ഇറങ്ങിയോന്നെങ്കിലും അറിയാലോ. ആ രോഹിത്തെ, ആ ഫോണിങ് തന്നെ. ആ ദാണ്ട വന്നല്ലോ. പൊന്നി, കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തേ. ചെല്ലേ. എന്തായി വാമേ? എന്തായി പോയ കാര്യം? എന്താടാ? രാഘവേട്ട, ഗോപാലകൃഷ്ണൻ അവിടെ ഇല്ലായിരുന്നു. അല്ല, അതുകൊണ്ട് പിന്നെ എന്താ? എന്നിട്ട് ശാരദയെ ശാലിനിയെ വിളിച്ച് കാര്യം പറഞ്ഞു. സത്യയുടെ കാര്യം പറഞ്ഞ് ചെറിയൊരു സൗന്ദര്യ പിണക്കം ഞാനും ശാലിനിയും തമ്മിൽ ഉണ്ടായി. പിന്നീട് കാര്യങ്ങളൊക്കെ നേരായ വഴിക്ക് വന്നു. ശാലിനി സത്യമോളെയും കൂട്ടി നാളെ ചടങ്ങിന് വരും. ഈശ്വര, ഇപ്പോഴാ ഒരു സമാധാനമായത്. കണ്ടോ പോമേ, അവന്റെ മുഖത്ത് തെളിച്ചു കണ്ടോ? അതെ, ഇനി ഇത് കിടാനുള്ള അവസരം നമ്മളായിട്ടുണ്ടാക്കരുത്. രാഘവേട്ട, അപ്പോഴും എന്നെ ഒന്ന് കുറ്റപ്പെടുത്തിയേ പറ്റുമല്ലേ? ഓ പിന്നെ. അതെ അതെ അതെ, ഇനി രണ്ടുപേരും കൂടിയിട്ട് ഇതിന്റെ പേരിൽ മുഷില് വേണ്ടേ? അപ്പൊ നാളെയാണ് പരിപാടി. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേക്കിന് ഓർഡർ കൊടുക്കണം. പിന്നെ ഫുഡിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഏർപ്പാടാക്കണം. അതിനൊക്കെ അല്ലടാ പിള്ളയുള്ളത്.
എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാ പോരെ, പിന്നെ അത് വേണ്ടതുപോലെ ചെയ്തോളും. ബെസ്റ്റ്. അല്ല, പറഞ്ഞതുപോലെ അയാളോടെ പോയി. അല്ല, ഇങ്ങനെ നല്ലത് നടക്കുമ്പോ അയാളോട് വേണ്ടുന്നതല്ലേ? ഹോട്ടലിലെ ചില കാര്യങ്ങൾക്കായി പോയിരിക്കുക അച്ഛാ, ഇപ്പൊ വരും. ആ, അതുകൊള്ളാം. പിന്നെ അടുക്കള കാര്യത്തിന് ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ, പിന്നെ ഞാനും കാര്യമായിട്ട് തന്നെ സഹായിക്കാം. ഭാമേ, ഇപ്പോഴാ ഇതൊരു വീടായത്. ഏയ്, വീടാകണമെങ്കിൽ ശാലിനിയും കൂടെ വരണം. എന്നാലല്ലേ എല്ലാവരും കൂടി ഒത്തുകൂടിയെന്ന് പറയാൻ പറ്റൂ. അമ്മയാകെ മാറിയിരിക്കുക. ആ മനസ്സ് നിറയെ സന്തോഷ. ഈ അമ്മയെ തന്നെയാ ഞാൻ എന്നും കാണാൻ ആഗ്രഹിക്കുന്നത്. എടാ വിഷ്ണു, നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ. ആ കമലിനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവനെ കൂടെ വിളിച്ചോ. എല്ലാരും കൂടെയുള്ള സന്തോഷല്ലേ, ആരെയും അങ്ങനെ മാറ്റി നിർത്തണ്ട. അവനെ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വരും, കേട്ടോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇതുണ്ട്, കണ്ടോ? ആ രോഹിത്തെ, നേരത്തെ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം കൃത്യമായിട്ട് നോക്കണേ. എന്തേലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോയി മാറ്റി വാങ്ങിച്ചോണം. നിങ്ങൾ രണ്ടുപേരോടോ പറയുന്നേ. പപ്പിമോളുടെ ഡ്രസ്സ് അവളെ കൊണ്ട് ഇടിയിച്ച് തന്നെ നോക്കണം. അതെല്ലാം നോക്കി കഴിഞ്ഞു സത്യാമ്മേ, എല്ലാം കീറി കൃത്യമാ. ഭാമേ, ഇപ്പോഴാ നീ യഥാർത്ഥ ഭാര്യയായി മാറിയത്. ആ പഴയ ഭാമ. ഓ അത് ശരി, ഈ വയസ്സാം കാലത്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ. പിന്നെ ഇത് നരകറിയുന്നേ ഉള്ളൂ, ഞാൻ അത്ര കഴിവൊന്നും ആയിട്ടില്ല. പിന്നെ ഓ, ഈ ഇടക്കാലത്ത് നിനക്ക് കുറെ മാറ്റങ്ങൾ വന്നു. നിന്റേതല്ലാത്ത സ്വഭാവത്തിൽ നീ കുറെ നാളങ്ങ് ജീവിച്ചു. പക്ഷേ ഇപ്പൊ നീ തീർത്തും എന്റെ ആ പഴയ ഭാമയായി മാറി. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത് നീ എങ്ങനെയായിരുന്നോ അതുപോലെ. എനിക്ക് സന്തോഷമായി ഭാമേ. നിന്റെ ഈ മാറ്റത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഞാൻ തന്നെയാ. എന്റെ സ്നേഹനിധിയായ എന്റെ മക്കളുടെ അമ്മ എനിക്ക് തിരിച്ചു തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാ. എന്താ രാഘവേട്ട ഇത്, മനുഷ്യനിങ്ങനെ കരയിപ്പിക്കാൻ വേണ്ടി? ഭാമേ, നിനക്ക് എന്നും ഇതുപോലെ ഇരുന്നൂടെ? നിന്നിലൂടെ നമ്മുടെ കുടുംബം പോകുന്നതേ നിന്റെ സന്തോഷം തന്നെ. ഇവിടെ എല്ലാവരുടെയും സന്തോഷം. നിന്റെ മനസ്സ് എന്നും ഇങ്ങനെയാണെന്ന് വെച്ചാ ഭാമേ, ഈ വീട്ടിൽ എന്നും സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞില്ല രാഘവേട്ട, ഞാനിനി എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നേ, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നിങ്ങളുടെയൊക്കെ സന്തോഷ ഇനി എന്റെ സന്തോഷം. എല്ലാം കൊണ്ടും ഇതൊരു നല്ല സൂചനയാ, ഇല്ലടാ മോനെ, അല്ലേ?
വിഷ്ണു ചിറ്റപ്പനാടാ ഉപേന്ദ്രൻ.